5 ഓപ്ഷൻസ് ഞാൻ കാണിക്കാൻ പോവാണ്. മോള് ഗെയിം ഫ്ലോറിലേക്ക് പോവും. ഓക്കെ, ഒരുപാട് പുതിയ ട്വിസ്റ്റുകളുണ്ട്. മോള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ഓക്കെ 5 ഓപ്ഷൻസ് ആണ് ഇനി വരാൻ പോണത്. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഇതാ. ഓക്കെ രാജേഷ്, ഈ 4 ഡ്രസ്സിൽ മോളെ കൊണ്ടുപോയാൽ എന്തോ ആലോചിച്ച് ചിരിക്കുകയാണല്ലോ. ഈ 4 ഡ്രസ്സിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ്ടാവുക? നാലാമത്തെ പറഞ്ഞ പൂക്കള് പിങ്ക് ആൻഡ് ഗ്രീൻ. യെസ്, പറയൂ സീന. സെയിം ആണോ? ഓക്കേ. ഏയ് കുട്ടാപ്പി ചേച്ചി. യെസ്, നമ്മുടെ അദ്വൈതാനെ വിളിക്കട്ടെ? വിളിക്കൂ. ഓക്കേ, ലെറ്റ്സ് വെൽക്കം അദ്വൈത. ഓക്കെ, ഇനി ഓരോരോ ഓപ്ഷൻസ് വരുമ്പോ ശ്രദ്ധിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കുക, അത് കഴിഞ്ഞ് അതിന്റെ ഉത്തരം പറയാം. ഓക്കെ, സോ ഇതാ ആദ്യത്തെ ഓപ്ഷൻസ്. ഓക്കെ, അവിടെ എന്താ 4 ഡ്രസ്സസ് കാണില്ലേ? ഇതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഏതാ? ഫസ്റ്റ് വൺ. ഏതാ ഫസ്റ്റ് വൺ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പും ബ്ലാക്ക് സ്കേർട്ടും. ബ്ലാക്ക് സ്കേർട്ട്. ഓക്കേ ഓക്കെ, താങ്ക് യു. കുട്ടികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എപ്പം മാറുന്നു നമുക്ക് തന്നെ അറിയില്ല. അതാണ് ഏറ്റവും. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. സോ എന്തായാലും ആദ്യത്തെ ഓപ്ഷൻ റെഡി അല്ല, അപ്പോൾ ബലൂണ് പൊട്ടിക്കാൻ പറ്റില്ല. ഇതാ രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഈ 4 ഫോട്ടോസ് കണ്ടാൽ ഇത് എങ്ങനെ അവള് രാജേഷ് പേര് പറയണം. ഏതൊക്കെ പേര് പറയും? ചിലങ്ക പറയും, ആ ഫോർക്ക് പറയും, ആ മൈലാഞ്ചി പറയും, ജാക്കി ചാൻ പറയാൻ രാജേഷ് പറയട്ടെ. ആ മൈലാഞ്ചി. ഇത് ഈ 3 ഐറ്റം പറയും. ജാക്കി ചാൻ പറയാൻ സാധ്യതയില്ല. ഇല്ല. ഓക്കെ, സീന. ഞാൻ 3 പറയും. ഏത്? 3 പറയും. ഓക്കെ, കുട്ടാപ്പി. ഏയ് ഹായ് അദ്വൈത. ഹായ്. ഓക്കെ മോളെ, ഇനി വരാൻ പോണ ഇമേജസ് കണ്ടിട്ട് അതിന്റെ പേര് പറയണം. ഓക്കെ ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞുതരാം. ആ ഫോർക്ക്, ഫോർക്ക്, മൈലാഞ്ചി, ചെലങ്ക. ബാക്കി അറിയില്ല. വെരി ഗുഡ്. സീന എന്താ ഷോക്ക്? എന്തിനാ ഷോക്ക്? ആ ചിലങ്ക എനിക്ക് പറയുമോന്നൊരു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവള് ഡാൻസർ ആണെന്ന് പറഞ്ഞു. വെസ്റ്റേൺ ഡാൻസർ. ഡാൻസ് അല്ലേ? പക്ഷെ അത് അതിന്റെ കറക്റ്റ് വേർഡ് തന്നെ പറയുമോന്ന് എനിക്കൊരു കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളോടും ജാസ്തി കോൺഫിഡൻസ് ആ കുട്ടിക്കുണ്ട്. ഒരു ഡൗട്ടും ഇല്ലാതെ അവള് കോൺഫിഡൻ്റ്ലി അറിയും ഇതാണ് ചെലങ്ക, ഫോർക്ക് ആൻഡ് മൈലാഞ്ചി എന്ന് പറഞ്ഞു. നിങ്ങളാണെങ്കിൽ ഇത്ര സമയം എടുത്തു. അപ്പൊ എന്തായാലും ഒരു ഓപ്ഷൻ കിട്ടി. കൺഫേം ഒരു ബലൂൺ എന്തായാലും നിങ്ങൾക്ക് പൊട്ടിക്കാം. 3ാമത്തെ ഓപ്ഷൻസ് ഇതാ. ഓക്കെ, ഇത് രാജേഷ്, ഇത് 4 ഉപയോഗം, യൂസസ് എന്താണ്? പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ചോപ്പിംഗ് ബോർഡ് മാത്രമേ അവള് പറയുള്ളൂ. അതിന്റെ ഉപയോഗം മാത്രമേ അവള് പറയാൻ സാധ്യതയുള്ളൂ. മറ്റേതാ നമ്മുടെ സ്ക്രബ്, ബോഡി സ്ക്രബ്? സാധ്യത കുറവാണ്. ഓക്കെ, ത്രാസിന്റെ പറ്റി ഇല്ല. അപ്പൊ അത് ചോപ്പിംഗ് ബോർഡ് മാത്രം. സീന പറയും. ഈ ചോപ്പിംഗ് ബോർഡും ആ സ്ക്രബും പറയൂ എന്നൊരു ഡൗട്ട്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ. ഞാൻ 30 സെക്കൻഡ്സ്. ഭയങ്കര വിശാലമായ ഹൃദയമാണ് എനിക്ക്. ഈ കളർ നമ്മൾ സ്റ്റീൽ സ്ക്രബറും മറ്റേ ഗ്രീൻ കളറല്ല കണ്ടിട്ടില്ല. ഈ കളർ കണ്ടിട്ടില്ല. ശരി, ചോപ്പിംഗ് ബോർഡ് മാത്രം. ഹായ് മോളു. ഹായ്. ഓക്കെ, ഇനി 4 ഇമേജസ് ഞാൻ കാണിക്കാൻ പോവാണ്. ഓക്കെ, അതിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മോളെ. പക്ഷെ അതിന്റെ യൂസസ്, അതിന്റെ ഉപയോഗം മാത്രം പറഞ്ഞു തന്നാ മതി. ആൻഡ് ദാറ്റ്സ് ദ ഓപ്ഷൻ. ഫസ്റ്റ് വൺ വെയിറ്റ് തൂക്കാൻ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ വെജിറ്റബിൾസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്. അച്ചപ്പം കഴിക്കാം. ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അല്ല, സ്നാക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. നാലാമത്തെ
അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാപ്പി കാരണം അവൾക്ക് അറിയുന്നുണ്ടല്ലോ അത്. നല്ല കാര്യം. അല്ല, ആദ്യം രാജേഷ് പറഞ്ഞില്ലേ അതിന്റെ വെയിങ് സ്കെയിൽ പറയും, ചിലപ്പോ വേ ചെയ്യാൻ എന്ന് പറയും. പിന്നെ എന്ത് പറ്റി? പക്ഷെ ഇപ്പൊ ഉള്ള ഷോപ്സിലൊന്നും അത് കാണുന്നില്ലല്ലോ, മറ്റേ ഇലക്ട്രോണിക്സ് ആണല്ലോ. അവൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ മറ്റേത് കണ്ട് ശീലമില്ലാത്തൊരു സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട്. 3 എണ്ണം കഴിഞ്ഞു, അതിൽ ഒന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇതാ 4ാമത്തെ ഓപ്ഷൻ. ആ ഓക്കെ, ഇത് രാജേഷ് മിണ്ടരുത്. രാജേഷ് ഇത് കളിക്കില്ല, ഇത് സീന മാത്രമേ കളിക്കുള്ളൂ. നോ ഡിസ്കഷൻ. മോളോട് ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം, അമ്മയ്ക്ക് ഈ 4 പേരിൽ എത്ര ആൾക്കാരെ അറിയാം? പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഭഗത് സിംഗ്, ആ. സർദാർ വല്ലഭായ് പട്ടേൽ, ആ സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ ഓക്കെ, 3 എണ്ണം. മോളോട് ചോദിച്ചാൽ, മോളോട് ഞാൻ ചോദിക്കാൻ പോണത് സീനയ്ക്ക് എത്ര ആൾക്കാരെ അറിയുന്നു? പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. 1 2 3 4. എനിക്കൊന്നും അറിയില്ല, അതറിയില്ല എന്ന് പറയാം. ഓക്കെ, ഇനി പറയരുത്. കുട്ടാപ്പി, യെസ് മോളെ. യെസ്. ഓക്കെ, ഇനി വരാൻ പോണ ചോദ്യം എന്താ അറിയോ? 4 ഫോട്ടോസ് ഞാൻ കാണിക്കും. ഓക്കെ, അത് മോളൊക്കെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ 4 ഇമേജസിൽ അമ്മയ്ക്ക് എത്ര ആൾക്കാരെ അറിയും? 1 2 3 or 4. ഏത് നമ്പർ ഇഷ്ടപ്പെട്ടു. ഇമേജ് വന്നു. ആ 1 2 3 4. ഹൗ മെനി നമ്പേഴ്സ്? നമ്പർ മാത്രം പറഞ്ഞാൽ മതി, പേര് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. 1 ആ 2 ആ 2 പിന്നെ അറിയില്ല. അപ്പൊ അമ്മയ്ക്ക് 2 ആൾക്കാരെ അറിയണ്ടാവുള്ളൂ ഇതില്. അമ്മയ്ക്ക് എത്ര ആൾക്കാരെ അറിയണ്ടാവും ഇതില്? 2 ആൾക്കാര്. 2 ആൾക്കാർ. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ സീനയ്ക്ക് 2 ആളെ അറിയുള്ളൂ. ഇവിടുന്ന് ഒരു ആ, പറഞ്ഞതാണ് അതാണ്. പ്രശ്നമായത്. സോ അപ്പൊ മോൾക്ക് അമ്മേനെ അറിയാം, പക്ഷെ അമ്മയ്ക്ക് അമ്മേനെ അറിയില്ല. എനിക്ക് 2 ആളിനെ ശരിക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രാജേഷ് പറയുന്നത് കേൾക്കണ്ടാന്ന്. ചീറ്റിംഗ് ചെയ്യുമ്പോ ഇങ്ങനെ തന്നെ ഉണ്ടാവും, പിടിക്കപ്പെട്ടു.